ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് മിയ കിച്ചണിലല്ല അപ്ലോഡ് ചെയ്യുന്നത്, മിയ കിച്ചണിന്റെ തന്നെ വേറെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. ആ ചാനലിന്റെ പേര് ബിഗിനേഴ്സ് കുക്കിംഗ് വിത്ത് മിയ കിച്ചൺ എന്നാണ്. അപ്പോൾ മിയ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതിനകത്ത് തന്നെ റെസിപ്പികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആക്കുന്നത്. ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നും ഉലുവയും ഇത് മൂന്നും കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്തിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് അരി എടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനങ്ങനെ മെഷറിങ് കപ്പൊന്നും വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അരി എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൻ്റെ പകുതി ഉഴുന്നെടുക്കണം. അപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് വലിപ്പമുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിലേക്ക് നമ്മൾ ആ ഉലുവ ചേർക്കുന്നതും പിന്നെ ചോറ് ചേർക്കണതിൻ്റെ അളവും കൂടിയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഇതേപോലത്തെ ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ നമ്മൾ വീട്ടിലേക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഇനി 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കുക. 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതും ഈ അരിയുടെ കൂടെ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ അരി സോണ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കണ ഇഡ്ഡലി റൈസ് ആയിരുന്നാലും മതി. പിന്നെ സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പച്ചരി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ പല ടൈപ്പുള്ള പച്ചരിയാണ് വരുന്നത്. അപ്പോൾ ചില പച്ചരി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചില അരിക്ക് ഭയങ്കര സ്റ്റാർച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അരി വെച്ചിട്ട് ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി റബ്ബർ പോലെ ഇരിക്കും, ഒട്ടും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സോണ മസൂർ റൈസ് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇഡ്ഡലി റൈസ് എടുക്കുക. ഈ 2 റൈസിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. പിന്നെ ചില പച്ചരികളായിരുന്നാലും നല്ലതായിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൈസ് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും എപ്പോഴും അരി മാറ്റാണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൈസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ആ അരി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഉലുവ ചേർക്കാറ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇങ്ങനെ സോണ മസൂർ റൈസ് എടുത്തിട്ട് ഇങ്ങനെ ഉലുവയും കൂടിയും ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആയിരുന്നാലും നല്ല മയം ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു 2 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഉലുവയ്ക്കും ഒന്ന് നന്നായിട്ട് വലുതായും വരും. ഈ അരി ആയിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് വരും. ഉലുവയായിരുന്നാലും കുതിർന്നു വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കുതിർന്ന് കിട്ടും. പക്ഷേ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കരുത്. കാരണം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരിയുടെ ആയിരുന്നാലും ഈ ഉഴുന്നിൻ്റെയൊക്കെ ആയിരുന്നാലും ആ സ്റ്റാർച്ച് അങ്ങോട്ട് ആ വെള്ളത്തിൽ പോകും. പിന്നെ അത് 2 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ കുതിർത്താനും വെക്കണ്ട. കൂടുതൽ നേരം കുതിർത്തിയിട്ടുണ്ടെങ്കിലും ഈ അരിയുടെ അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ഉള്ളിലൊക്കെയുള്ള ടേസ്റ്റ് ആ വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ അരി ആദ്യം നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിട്ട് വരും. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അരച്ചിട്ട് എടുക്കണം. ഇവിടെ 2 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഉഴുന്നായിരുന്നാലും അരിയായിരുന്നാലും ഉലുവയായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ചോറും കൂടിയിട്ട് ചേർക്കണം. അത് നിങ്ങൾ കഴിക്കാനെടുക്കുന്ന ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. ഈ ചോറ് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചിട്ട് എടുക്കണം. 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഇഡ്ഡലിക്ക് മാവ് അരച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദോശയ്ക്ക് മാവ് അരച്ചെടുക്കണ പോലെയല്ല ഇഡ്ഡലിക്ക് അരച്ചിട്ട് എടുക്കുന്നത്. ഇഡ്ഡലിക്ക് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചുട്ടിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നന്നായിട്ട് വരില്ല. അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം സെപ്പറേറ്റ് ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക.
ഇപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അത് മാവ് നിങ്ങൾ മിക്സിയിൽ ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ട്രിപ്പായിട്ട് അരച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അരച്ചിട്ട് എടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് കൊണ്ട് അരയ്ക്കണ്ട. അത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന മിക്സിയിലേക്ക് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊരു തരി ഉണ്ടാവും. അങ്ങനെ ചെറുതായിട്ടൊരു തരി വേണം. അപ്പോഴായിരിക്കും ആ ഇഡ്ഡലി ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഭയങ്കര പേസ്റ്റ് പോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അങ്ങോട്ട് ഈ പതിഞ്ഞ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഈ റവ ഇഡ്ഡലി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും. അതിനകത്ത് ചെറിയ തരി ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ വളരെ ചെറിയ ചെറിയ തരി നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഒരുപാട് വലിയ തരിയല്ല കേട്ടോ, അത് ആ റവയുടെ പോലെ ചെറിയ ചെറിയ തരിയായിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അത് കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട്. കാരണം എല്ലാവരും ചിലപ്പോൾ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഇരിക്കണം ബാറ്റർ. ഇപ്പോൾ ബാറ്റർ കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്, കണ്ട. അപ്പോൾ അതാണ് പ്രത്യേകം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ ഇഡ്ഡലി ഇപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്തവർക്ക് ചിലപ്പോൾ അവർ ഈ ദോശയ്ക്ക് മാവൊക്കെ അരച്ചെടുക്കണ പോലെ കൊണ്ട് അരയ്ക്കും. അങ്ങനെ അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അത് ആകെ ഇങ്ങനെ ഒരു അപ്പം പോലെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഈ മാവ് ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവനും ഇപ്പോൾ നാളേക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ആവശ്യത്തിനുള്ള മാവ് മാത്രം നിങ്ങൾ പുറത്ത് എടുത്തിട്ട് ഈ മാവ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചെറുതായിട്ട് പുളിച്ച് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ബാക്കിയുള്ള മാവ് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി മാവിലേക്ക് ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കണില്ല, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിങ്ങൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാവ് പുളിക്കാൻ പോണതിന് മുമ്പ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. കാരണം പുളിച്ച മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അതിങ്ങനെ പുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മാവ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. അപ്പോൾ ആ ചെറിയ ചൂടുകൊണ്ട് ഇരുന്നിട്ട് ആ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ എത്ര ദിവസം നമ്മൾ ആ തണുപ്പത്ത് വെച്ചിരുന്നാലും ഈ മാവ് സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഒരു രാത്രി മാവ് ഇരിക്കണം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ ഇഡ്ഡലി മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരണം. എന്നാൽ മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഒരുപാട് ഇട്ടിട്ട് ഇളക്കണ്ട. അപ്പോൾ അതിൻ്റെ ഫോമൊക്കെ കുറേയൊക്കെ താഴത്തേക്ക് ഇരുന്ന് പോകും. ഉപ്പ് ചേർത്തിട്ട് ഇളക്കുമ്പോഴായിരുന്നാലും ഒരു മയത്തിൽ ഇങ്ങനെ ഇളക്കാം. ഈ മാവ് നല്ല കനം കുറഞ്ഞിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഇടുക. ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിക്കാൻ പോണതിന് മുമ്പ് ഈ എല്ലാ തട്ടിൻ്റെ ഉള്ളിലും കുറേശ്ശെ ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇഡ്ഡലി റെഡി ആയി കഴിയുമ്പോൾ ഇഡ്ഡലി നമുക്ക് ഇത് ഒട്ടും ഒട്ടി പിടിക്കാണ്ട് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ തട്ടിലേക്ക് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഈ തട്ടുകൾ വയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏറ്റവും ആദ്യം ഒരു തട്ട് വെച്ചു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തട്ട് വെക്കുമ്പോൾ ഈ നേരെ ഈ രണ്ട് കുഴിയും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരരുത്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് വെക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി വെന്ത് വരുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ അത് നേരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ തട്ടും. അപ്പോൾ അതങ്ങനെ ചരിച്ചിട്ടൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം വയ്ക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കാം. അത് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് മാത്രം വെള്ളം ചേർത്താൽ മതി. അതുകഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കുറേ ട്രിപ്പായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഇഡ്ഡലി തട്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന്. കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വയ്ക്കുക. ഇതിലേക്ക് മാവ് കോരി ഒഴിക്കുക. അപ്പോൾ മാവ് ഇതൊട്ടും വെള്ളം പോലെയല്ല ഇരിക്കണത്. അത് ഞാൻ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. ഇഡ്ഡലി റെഡി ആയിട്ട് വരില്ല.
ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് തിക്കായിട്ട് വേണം അരച്ചിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റിനുള്ളിൽ ഇഡ്ഡലി നമുക്ക് റെഡി ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇഡ്ഡലി വെന്തിട്ടുണ്ടോയെന്ന്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല വെന്തിട്ട് ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് വരണുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയ്ക്കേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. പിന്നെ ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിക്കണില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചൂടോട് കൂടിയിട്ട് ഞാൻ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ സൈഡൊക്കെയും ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്തിട്ടും ഇഡ്ഡലി മാറ്റണം. ഇഡ്ഡലി തട്ടിലും വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇഡ്ഡലിയുടെ സൈഡൊക്കെ അങ്ങോട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ വരും. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇഡ്ഡലി പതുക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല, പെട്ടെന്ന് ഇഡ്ഡലി കഴിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഈ തട്ടെടുത്തിട്ട് നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ അങ്ങനെ കാണിക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം ടാപ്പിൻ്റെ അടിയിൽ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി എടുത്ത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും.